ഹലോ നമസ്കാരം. അങ്ങനെ സുനന്ദേനെ പെണ്ണ് കാണാനൊരു ടീം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളുമായിട്ടുള്ള കല്യാണം ഏതാണ്ട് നിശ്ചയിച്ചിരുന്നു. പക്ഷേ സുനന്ദയ്ക്കാണെങ്കിൽ ഇവനെ അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. സുഭാഷിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് അവൾ ആഗ്രഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കല്യാണം നടത്തണം, അതിന് അവനാൻ തന്നെയാണ് വിചാരിക്കുന്നത്, അവനാണ് തീരുമാനിക്കുന്നത് ആരെ കൂടെ ജീവിക്കണം എന്നുള്ളത് അവനാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അവൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി, എനിക്ക് വേറെ ആരും വേണ്ടെന്ന് പറയും. അങ്ങനെ തീരുമാനിക്കുക. പക്ഷേ അതിന് നീ ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല അറിയും. അപ്പോൾ നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് നിധിയോട്. അപ്പോൾ അറിയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറയും. അപ്പോൾ അതിന് നീ ഇറങ്ങി വരണം, നീ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവിടെ അമ്പലത്തിൽ വരണം. വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്യാണം നടത്താം, ഞാൻ അപ്പോഴേക്കും അവരുടെ അടുത്ത് പോയിട്ട് വിവരങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. പറയും നീ ബോൾഡായിട്ട് തന്നെ നിൽക്കണം, നീ കഴിയരുത്, കാരണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് വന്ന ആളാണ് ഞാനും, അതുകൊണ്ട് നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കുകയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി പറയും. പിന്നെ ഒരു കാര്യം, നീ പോയിട്ട് അധികം സന്തോഷമൊന്നും കാണിക്കേണ്ട, ഇന്നത്തെ പോലെ എന്തോ അതുപോലെ ചെയ്താൽ മതി, ഇന്നിപ്പോൾ സമയം 8 മണി കഴിഞ്ഞില്ലേ, നാളെ 10 മണിയാകുമ്പോഴേക്കും നീ ക്ഷേത്രത്തിൽ വരാതിരിക്കരുതെന്ന് പറയും. ഇല്ല നിധി ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ അവൾ പോവുകയാണ്. പിന്നെ ആണ് അവളെ കാണാനുള്ള ആളുകൾ വരുന്നതും തലക്കുറി കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അവൾ അപ്പോഴേ പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ അമ്മോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ കാര്യമാണ് വലുത്, ഒരിക്കലും നിങ്ങൾ എൻ്റെ ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുനന്ദയുടെ അമ്മോട്. ഇപ്പോൾ സുനന്ദയുടെ അമ്മ പറയും, മോളെ നിനക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്താ ഇപ്പോൾ സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, ഒരു നല്ല കൂട്ടരാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ വന്ന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇഷ്ടമായി. യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആ കല്യാണം ചെറുക്കൻ പറയുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ കുറച്ച് നേരം നീ സംസാരിക്കും, നീ എന്താ പെട്ടെന്ന് ഫോൺ വെച്ച് പോണതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മ തന്നെ പറയേണ്ടത്, നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടികൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർ പോവുകയാണ്, ചെക്കനും ടീമും പോവുകയാണ്. നല്ല ഫാമിലിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ നിധി സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടും സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, എന്താ ഇടത്ത് ഈ പറയുന്നത്, അവർക്ക് ഒരിക്കലും നമ്മളെ ഇഷ്ടപ്പെടില്ല, കാരണം ഞങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളില്ല, ഞങ്ങളെ കണ്ണെടുത്ത് അവർക്ക് കണ്ടുകൂടാ, അവരൊരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ പറയും അവർ സമ്മതിക്കില്ല, അത് ശരി തന്നെയാണ്, പക്ഷേ അവൾക്ക് ഇഷ്ടമാണ്, അവൾ ഇന്നും കൂടെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അറിയാം. അപ്പോൾ സുധീഷ് പറയുന്നത്, തനിക്കെന്താ അറിയോടൂ, അവൾ വലിയ പേടിത്തൊണ്ടി, അവളൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിധി പറയുന്നുണ്ട്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാനും വന്നത് ഇങ്ങോട്ട്, പക്ഷേ അവനവൻ്റെ സ്വന്തം കാര്യമാകുമ്പോൾ അവൾ തീർച്ചയായിട്ടും ബോൾഡ് ആയിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തിനു പറയുന്നു, ഇവർ ഒക്കെ പാടെ ചർച്ച ചെയ്യുക. പറയും ശരി, എന്തായാലും നീ കൂടെ നിൽക്കണം എന്ന് പറയുകയാണ്. എല്ലാവരും കൂടി നിധി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, എന്നാലും നമുക്കിത് നടത്താൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് സുഭാഷിനോട് സംസാരിക്കണം. ഇനിയിപ്പോൾ അതാരും സുഭാഷിനോട് സംസാരിക്കുക. അപ്പോൾ സുഭാഷിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഈ പറയുന്നത്, അവർ ഓൾറെഡി ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച പോലെ ആക്കിയിരുന്നു, നിശ്ചയം കഴിഞ്ഞിട്ട് ഉറപ്പിച്ചില്ലേ, ഇനിയിപ്പോൾ അവൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര മാനക്കേടാവില്ലേ എന്ന് വെക്കുന്നത്. അപ്പോൾ ഇവന് ഹരീഷിന് ദേഷ്യം വരുന്നത്. ഹരീഷ് പറയും, ഏട്ടനിപ്പോൾ അവരുടെ മാനക്കേടൊന്നും ആലോചിക്കൊന്നും വേണ്ട, അവർ നമ്മളെന്തൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ സുഭാഷ് പറയേണ്ടത്, അത് നാണക്കേടല്ലേ. അപ്പോൾ ഹരീഷിന് ദേഷ്യം വരും. അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചോണ്ടോ, നമ്മൾ ഇത്രയും മോശമാവാൻ കാരണം അവർ തന്നെയല്ലേ, നമ്മളെക്കുറിച്ച് നല്ലൊരു വാക്ക് ആരും പറയണില്ലെങ്കിൽ. ഇപ്പോൾ സുനന്ദ ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ തന്നെയും അത് ഇതിലും വലിയ നാണക്കേടൊന്നും ഇനിയിപ്പോൾ വരാനില്ലല്ലോ അതിലും വലുത് വന്നു കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്, എന്താണ് വേണ്ടതെന്നുള്ളത് ആലോചിക്കുകയാണ്. അപ്പോൾ പറയും, ഇപ്പോൾ സുധീഷ് പോയിട്ട് ഏതാണ്ട് അമ്പലത്തിലെ കാര്യങ്ങളും മറ്റൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കാൻ, പിന്നെ പുറത്തുനിന്നുള്ള രജിസ്ട്രേഷൻ പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ സുഭാഷിനോട് പറയണടാ, എന്നാലും പിന്നെ സുഭാഷ് പറയണേ, ഇനി എന്നാലും അവളെ ഇങ്ങനെ നമ്മൾ ശരിയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുധി അറിയും, സുഭാഷ് ചേട്ടന് സുനന്ദയെ ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ അവൾ പാവല്ലേ, പാവം കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല, അപ്പോൾ പിന്നെന്താ ഇപ്പോൾ നമുക്ക് നടത്തണേണ്ട എന്താ കാര്യം കാരണം ചോദിക്കുകയാണ്. അവൾ കാരണം നല്ല നിലയിൽ ജീവിച്ചിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല, വേള കൂടെ ജീവിച്ചാൽ മതി, വേറൊരു കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് അവൾക്ക് വയ്യതാനും. അങ്ങനെ അവസാനം എന്ത് തന്നെ പറയാം, നമ്മളുടെ സുഭാഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സുഭാഷും സുനന്ദയും കൂടെയുള്ള കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് എല്ലാവരും. പക്ഷേ ഇതുവരെ അവരുടെ അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ.
അയാൾ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളൊന്നും അയാൾ അറിയുന്നില്ലേ. അപ്പോൾ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുഭാഷും നിധിയും ഹരീഷും നികേഷും കൂടെ നിന്ന് സംസാരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവസാനം തീരുമാനത്തിലെത്തി, ശരി അവളെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇഷ്ടക്കേടൊന്നുമില്ല, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെ പറയണം. അവൾ ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് കരഞ്ഞ് പോകുമ്പോഴും വല്ലാത്തൊരു വിഷമാണ് മനസ്സിലെന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടക്കേടൊന്നും എനിക്ക് അവളോട് ഇല്ലയെന്ന് പറയും. പിന്നെ എന്താ അപ്പം നടത്തിയാലെന്നുള്ള ആ ഇതിലാണ് എത്തുന്നത്. അപ്പോൾ പിന്നെ ഇവളെ എന്താണ് നിധിനോട് സുധീഷ് പറയുന്നുണ്ട്, അതേ പോരുമ്പോഴേ ഐഡൻറ്റിറ്റി കാർഡൊക്കെ എടുത്തും കൊണ്ട് പോന്നോളാൻ പറഞ്ഞോളൂ കേട്ടോ, തിരിച്ചറിയൽ അങ്ങനെയുള്ളത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തും കൊണ്ട് പോരാൻ പറയുണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വഴിക്ക് നിധി പറയുന്നുണ്ട് സുധീഷിനോട്, അങ്ങനെ അതില്ലാണ്ട് അപ്പോൾ കല്യാണം നടത്തിയ ആളല്ലേ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് കല്യാണം. അന്നത്തെ കല്യാണത്തിൽ പക്ഷേ ഇവൻ്റെ ഫോണിലുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി, ഇവളുടെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നു, ആധാർ കാർഡിൻ്റെ കോപ്പി, അതിൽ വെച്ചിട്ടാണ് ഇവരുടെ കല്യാണം നടത്തുന്നത്. അത് ഇവൾക്ക് ഇപ്പോഴും അറിയില്ല, ആർക്ക് നമ്മുടെ നിധിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാറ്റത്തെ കിളിക്കൂട്ടിലെ കഥ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണണം, ടി വിയിൽ തന്നെ കാണാൻ നല്ല രസമാണ്. അവരുടെ ആ ഇതും നല്ല സീരിയലുകളാണ്, എന്തായാലും ഏഷ്യാനെറ്റിലെ സീരിയലൊന്നും മിസ്സാക്കാണ്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും